So your fourth module deals with heat exchangers. Heat exchangers and analysis of heat exchangers. Second module deal ചെയ്തത് fins ആയിരുന്നു. സോറി തേർഡ് module deal ചെയ്തത് fins ആയിരുന്നു. Fins, type of fins, heat transfer through fins, heat transfer through fins with long, infinite length, short length, tip insulated, right? So for your fourth module, we are dealing with the topic heat exchangers. Heat exchangers, type of heat exchangers, effectiveness, efficiency of heat exchangers, and heat transfer through heat exchangers. Okay. So, have you ever heard about what is heat exchangers? Heat exchangers means simply, it means the name itself indicates that it is a system or a particular functioning system used for transferring heat. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെയൊക്കെയാണ് അപ്ലിക്കേഷൻ ഉള്ളത്. മെയിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പം വി ഹാവ് അപ്ലിക്കേഷൻ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഇൻ മെയിൻലി മെഷീൻസ്, ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രിയൽ മെഷീൻസ് ഓർ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സച്ച് ആസ് AC, റെഫ്രിജറേഷൻ എക്സെട്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ടു ഡിക്രീസ് ദ ഹീറ്റ്. ഹീറ്റിംഗ് നടക്കുമ്പോൾ ഹീറ്റിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻലി ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ഹോട്ട് സിസ്റ്റം ടു എ കോൾഡ് സിസ്റ്റം, റൈറ്റ്? ഹോട്ട് സിസ്റ്റം ടു എ കോൾഡ് സിസ്റ്റം. സോ നമ്മൾ തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ S4, I think in S4 or S3. So you have studied about what is equilibrium. Thermodynamic equilibrium, second law, first law ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡയമെൻഷണൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, വാട്ട് ഈസ് ഇക്വിലിബ്രിയം, വാട്ട് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, വാട്ട് ഈസ് ദ സിസ്റ്റം മീൻസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സേസ് ദാറ്റ് when a system A is in thermal equilibrium with B and it's also equilibrium with C, then the both B and C are in thermal equilibrium, അല്ലേ? സോ അതാണ്, അതായത് എ എന്നുള്ളൊരു മെഷീൻ ബി ആയിട്ട് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്, അത് സി ആയിട്ട് ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ അത് രണ്ടും ബി ആൻഡ് സി വിൽ ബി ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് നമ്മളൊരു ചൂടായിട്ടുള്ള ഒരു പാത്രം, ഇറ്റ് മീൻസ് എ ഹോട്ട് പോട്ട്, വി ആർ പ്ലേസിങ് എ ഹോട്ട് പോട്ട് നിയർ ഇൻസൈഡ് എ കോൾഡ് വാട്ടർ. ഒരു കപ്പിൽ ചൂടെടുത്തിട്ട് ഒരു പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചാണ്, മുഴുവൻ മുങ്ങാതെ അത് ഇറക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എ വൈൽ വി ക്യാൻ സീ ദ ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് ദ കോൾഡ് ഫ്ലൂയിഡ് ഓൾസോ വിൽ ബി സെയിം, അല്ലേ? ഹീറ്റ് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എത്ര ട്രാൻസ്ഫർ ചെയ്യും? ഇപ്പം എന്താ, രണ്ടിനും ടെമ്പറേച്ചർ സെയിം ആകുന്ന പോലെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ട് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ സെയിം പ്രൊസീജിയർ ഈസ് അഡോപ്റ്റഡ് ഇൻ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. If there is a cold medium, if there is a hot medium, ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ if it is in contact with, we are keeping that particular fluid, hot fluid, which is in contact with a cold fluid nearby, and the heat transfer takes place between the hot fluid and cold fluid. Okay, ഇവിടുന്ന് ചൂട് പുറത്തേക്ക് ട്രാൻസ്ഫർ ആവും. That is the mechanism adopted in a heat exchanger. We are placing a hot fluid to a nearby a cold fluid, or we are passing a hot fluid, a flow of hot fluid in a way, in a direction parallel to the particular flow of hot fluid, or opposite flow of a hot fluid. Counter flow ആയാലും opposite flow രണ്ടായാലും, if we are placing a hot fluid near it, is ഒരു inside separate by a wall ആയിരിക്കാം, അല്ലെങ്കിൽ മിക്സിംഗ് ആയിരിക്കാം. If you are mixing it with a hot fluid or cold fluid, the total heat will be reduced. അങ്ങനെ reduce ചെയ്യാം. Or else when we are passing a cold fluid system to നിയർബൈ, അതിൻ്റെ അടുത്തോട്ട് ഒരു ഹോട്ട് ഫ്ലൂയിഡ് അടുത്തോട്ട് പാസ് ചെയ്യുന്നെങ്കിൽ പോലും ഹീറ്റ് ട്രാൻസ്ഫർ അപ്പുറം നടക്കാം. ഒരു വാൾ നടക്കുക സെപ്പറേറ്റ് ചെയ്താൽ പോലും ദർ വിൽ ബി ഒക്കറിങ് എ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, റൈറ്റ്? ഇറ്റ് ഇസ് എ പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ. So heat exchanger is simply defined as it is an equipment. Heat exchanger is an equipment which transfer the energy, the heat energy, okay, from a hot fluid to a cold fluid. Heat exchanger എന്ന് പറഞ്ഞാൽ heat exchanger is a device used for transferring heat or used for reducing the temperature rate for inside a machine ആവാം, കൂളിംഗ് ബോയിലർ ആവാം, എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഒരു AC, ഒരു പെർട്ടിക്കുലർ നമ്മൾ ഫ്രിഡ്ജിലായാലും നടക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? യു വാണ്ട് ടു റെഡ്യൂസ് ദി പെർട്ടിക്കുലർ, എന്താ പറയുക, അതിൻ്റെ ഉള്ളിലെ ഹീറ്റ് പുറത്തേക്ക് വലിച്ചെടുക്കണം. സോ അതിന് വെക്കുന്ന മീഡിയ ഒക്കെ വെക്കുന്നുണ്ട് നമ്മളോട്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്ന സമയം ഒക്കെ ഉണ്ട്. സോ ഹിയർ കണ്ടൻസർ ഈസ് കീപ്പിംഗ് ഹിയർ. കണ്ടൻസറാണ് ഉപയോഗിക്കുന്നത്. കണ്ടൻസർ ആണ് നമ്മൾ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബേസിക് റെഫ്രിജറേഷൻ സൈക്കിൾ.
For heat exchanger is used to transfer heat from a hot fluid to cold fluid. Hot fluid to cold fluid. So what are the various applications of where we can apply the particular heat exchanger? Where we can apply it? Where particular applications of or examples of heat exchangers? What are the examples of heat exchangers? We can point out certain examples like radiators. Okay, radiators നമുക്ക് പറയാം. അതായത് നമ്മുടെ പറയുന്ന വണ്ടികളുടെ റേഡിയേറ്റേഴ്സ്, പഴയ വണ്ടികളുടെ റേഡിയേറ്റേഴ്സ് വി ക്യാൻ call radiators. Intercoolers, cooler ഉണ്ടല്ലോ, coolers, condensers, then particular oil cooler, heat engine ഒക്കെ ഉപയോഗിക്കുന്ന oil coolers, okay, refrigerators അല്ലെങ്കിൽ refrigerators ഉപയോഗിക്കുന്ന evaporators. There are many examples for a particular heat exchangers. അങ്ങനെ പല examples ഉണ്ട് for heat exchangers. Okay, so what are the type of heat exchangers mainly used? So the type of heat exchangers mainly used അതാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം. Type of heat exchangers. Types of heat exchangers. So we can classify or we can divide particular the suitable types of heat exchangers according to different basic. നമ്മൾ ഓരോ കാര്യത്തിന് ബേസ് ചെയ്തിട്ട് different types ഉണ്ട്. Okay, ഒരു 5-6 ടൈപ്പ് അല്ല. So particular based on a particular type or based on a particular system, we can classify the particular heat exchanger into different type of heat exchangers. We can classify it into enormous forms. First one, based on heat exchange process. Based on heat exchange process. Based on heat exchangers, we can classify into two. That is direct contact heat exchangers and indirect contact heat exchangers. First one is direct contact heat exchangers. Second one is indirect contact heat exchangers. It simply means that for a direct contact heat exchangers, the hot fluid and cold fluid രണ്ടും ഒരു particular systemത്തിനുള്ളിലേക്ക് cold fluid and cold fluid are mixing together, right? A hot fluid and cold fluid are mixing together in a particular system, or it called be open system എന്ന് പറയാം, അല്ലേ? Open system എന്ന് പറയാം. That is taking an example, is this taking this system, then here hot steam is coming inside here from here, and particular it is filled with a particular type of fluid. We can cold fluid entry ഇവിടെ കൊടുക്കാം. cold fluid entry ഇതിലേക്ക് വരുന്നുണ്ട്. hot fluid steam അകത്തേക്ക് വരുന്നു, and steam and particular hot fluid is in contact with mixing together inside the system. And അകത്ത് മിക്സ് ചെയ്തിട്ട് then thereafter hot water is taking outside. cold water ആണ് അകത്തേക്ക് വരുന്നത്. cold water വന്നിട്ട് ഈ ചൂടും കൂടി മിക്സ് ചെയ്തിട്ട് then hot water is taken outside. And ഇവിടെ നോൺ കണ്ടൻസബിൾ ഗ്യാസ് കഴിഞ്ഞ സ്റ്റീം ചൂടായ ഗ്യാസ് വന്നിട്ട് പുറത്തേക്ക്, തണുത്ത ഇതും പുറത്തേക്ക്. സോ ഇൻസൈഡ് എ സിസ്റ്റം ദ പെർട്ടിക്കുലർ എന്താ പറയാ, ഈ രണ്ട് cold fluid and cold medium and hot medium is together mixing inside a particular system. It is called an direct contact heat exchanger. Just opposite, like in indirect contact exchanger simply means that there is a partition between the particular hot and cold medium. ഒരു wall inside the particular ഒരു hot fluid cold fluid നമ്മൾ place ചെയ്യുന്നു. There is a medium or there is a wall, there is a separating medium between the hot fluid and cold fluid. Then heat transfer is taken between the wallന്റെ അപ്പുറത്തേക്കും പുറത്തേക്കും heat transfer നടക്കുന്നത്. So take an example like what we are, it is a ഒരു cold water beaker എടുക്കുക. So that we can put inside a glass, steel glass, hot water we can place here. Okay, then കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ both the temperature will be same, right? നമുക്കറിയാലോ, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. സോ ഹിയർ ദ ടു മീഡിയം, ദ ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ഈസ് നെവർ getting contact with ഒരു മീഡിയം ഉണ്ട്, ബോഡി സെപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദം. സോ ദ പെർട്ടിക്കുലർ സിസ്റ്റം ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ഡയറക്റ്റ് കോണ്ടാക്ട് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട് എക്സ്ചേഞ്ചേഴ്സ് നമുക്ക് പറയാം, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, സോ മിക്സിംഗ് ആണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം വരുന്നത്. സോ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വി ക്യാൻ എക്സാമ്പിൾ ലൈക്ക് റീജനറേറ്റേഴ്സ് ആൻഡ് പീക്ക് എക്യുവേറ്റേഴ്സ്. The main examples of particular indirect contact is regenerators and
റെക്യൂപ്പറേറ്റേഴ്സ്. റീജനറേറ്റേഴ്സ് റെക്യൂപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അതിന്റെ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് റീജനറേറ്റർ എന്ന് പറഞ്ഞാൽ റീജനറേറ്റർ ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. Regenerate is particularly something like that. Initially a hot air, it is stored in a particular ഒരു ഇനീഷ്യലി നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ഹോട്ട് ഫുഡ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം ഡെലിവറി ചെയ്ത് അതിന്റെ ടെമ്പറേച്ചറിന് കണക്കാക്കി കൊടുക്കുന്ന ആ ഒരു മെത്തേഡാണ് പെർട്ടിക്കുലർ ഈ റീജനറേറ്റേഴ്സിൽ. മീൻസ് ലൈക്ക് റീജനറേറ്റ് ചെയ്യുന്ന പെർട്ടിക്കുലർ, അതായത് ഹോട്ട് ഫുഡ് നമ്മൾ ബേണേഴ്സിലൊക്കെ വരുന്ന ഹോട്ട് ഫുഡ് ഉണ്ടാവും. ബേണേഴ്സിലൊക്കെ എക്സ്ട്രാ ഹോട്ട് ഫുഡ് ഫ്രം ടേക്കിംഗ് ഔട്ട് സൈഡ് ബേണറിലൊക്കെ ഔട്ട് ചെയ്യുന്ന സാധനം അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു ഹോട്ട് മീഡിയത്തിലേക്ക് വരുമ്പോൾ അത് കോൾഡ് ഫുഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ബേണറിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹോട്ട് ഹെയർ ഉണ്ടാവുമല്ലോ പുറത്തേക്ക് വരുന്നത്. സോ അത് ഇൻഷലി സ്റ്റോറിങ് ഇൻസൈഡ് ഒരു മെട്രിക്സ് എന്നാണ് പറയുക. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു എ കോൾഡ് മീഡിയം. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി transfer into a cold medium. The heat transfer is nothing but transfer into a cold medium. But initially, after a burner like hot air, initially they are storing it. Okay, they are storing it, and the cold medium is the cold food like a transfer. So there is a storing between, there is a medium that storing. So here hot and fluids are passed alternatively through a space. That's space like our non transfer. Regenerators. So recuperator is an important type of recuperator. Recuperator is an important type of heat exchanger in which the flowing fluid which exchange heat on either side of the superheated wall. ഒരു വാളിന്റെ ഒരു പെർട്ടിക്കുലർ ഒരു പൈപ്പിനകത്തുള്ള ഫ്ലോയിങ് അങ്ങനെ രണ്ട് ടൈപ്പ് വാൾ ഉണ്ടാവും. ആ രണ്ട് പെർട്ടിക്കുലർ വാളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൂളിംഗ് വേണ്ടി നടക്കുന്നതിനാണ് റെക്യൂപ്പറേറ്ററിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഇതൊക്കെ അതിന്റെ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, the import type of heat exchanger in which the flowing fluid which exchange heat on either sides of the superheating wall. Okay, they are used in mixing of fluid is undesirable. Mixing of fluid നടക്കാത്ത കണ്ടീഷനാണ് നമ്മൾ റെക്യൂപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഒരു വാൾ ഉണ്ടാവും, ആ വാളിന്റെ സൈഡിലേക്കാണ് വാളിന്റെ ഇതിലേക്കാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഇത് ഗെറ്റ്സ് റെക്യൂപ്പറേറ്റർ. ദാറ്റ് ഈസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് based on second, അതായത് based on the second type is based on direction of fluid motion. Direction of fluid motion. We can classify the particular heat exchangers into parallel flow, counter flow, and cross flow. Parallel flow, counter flow, and cross flow heat exchangers. So നമുക്ക് ഈ പാരലൽ ഫ്ലോ കൗണ്ടർ ഫ്ലോ എന്ന് ഡെഫിനേഷൻ നമുക്ക് ഈ മൊഡ്യൂൾ അവസാനം വേണ്ട. ഇനീഷ്യലി സ്റ്റാർട്ട് ടു എൻഡ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആൻഡ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. എന്താണ് സിംപ്ലി മീനിങ് പാരലൽ ഫ്ലോ? ഈ ഫിഗർ നോക്കിയേ, ഫിഗർ. ഓക്കെ, these are the particular examples of counter flow, parallel flow, cross flow എന്ന് പറയുന്നത്. So initially take the first one. ഒന്നാമത്തെ ഇതാണ്, right? Initially is a parallel flow heat exchanger. Initially parallel flow heat exchanger simply means that the hot fluid and cold fluid is flowing in the same direction. Hot fluid ഒരു സെയിം ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ you can call it a parallel flow. So take an example, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. So here ഒരു എക്സാമ്പിൾ ഒക്കെ ഒരു particular example, right? Here it is a particular medium. So here cold fluid is passing here. Cold fluid here cold fluid passing. Cold fluid is passing ഈ ഡയറക്ഷനിൽ കോൾഡ് ഫ്ലൂയിഡ് പൈപ്പിനകത്തോടെ പാസ് ചെയ്തു. സോ വി ആർ കീപ്പിംഗ് ഒരു പൈപ്പ് അകത്ത് കൊണ്ടുവെക്കാണ് നമ്മൾ. ഒരു പൈപ്പ് വി ആർ കീപ്പിംഗ് പെർട്ടിക്കുലർ ഒരു പൈപ്പ് നമ്മൾ ഇനീഷ്യലി ആ പൈപ്പിനുള്ളിൽ വേറെ പൈപ്പ് കൂടി വെക്കുക. സോ ഇൻ ദാറ്റ് പൈപ്പ് the flow of particular medium is a hot fluid. ഒരു hot fluid ആണ് ചെറിയ വെട്ടിലൂടെ പോകുന്നത്. Okay, we are taking a huge pipe where the cold fluid pass ചെയ്യുന്ന ഒരു പൈപ്പ് എടുക്കുകയാണ്. So initially we are keeping another pipe, inserting another pipe inside it where the hot fluid is passing through it. So അത് രണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരേ ഡയറക്ഷനിലാണ്. ഡയറക്ഷനിലാകുമ്പോൾ എന്താ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും അല്ലേ? ഇത് കോൾഡ് ഫ്ലൂയിഡ് ഇസ് ഹോട്ട് ഫ്ലൂയിഡ് ഇസ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇതിന് ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കുറെ കുറയും. സോ
these are happening when the both fluid are flowing in a same direction. So അതാണ് parallel flow എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കി കണ്ടോ, flow inside hot fluid, cold fluid. Hot fluid is flowing inside to a pipe water, and cold fluid is also passing through the same direction that of cold fluid. So both in same direction, which are called parallel flow heat exchanger. So just opposite to parallel flow, that is counter flow heat exchanger. Counter flow, where the hot fluid and cold fluid are passing and flowing just opposite direction. Okay, അതാണ് കൗണ്ടർ ഫ്ലോ എന്ന് പറയുന്നത്. അതാണ് ഈ പാരലൽ ഫ്ലോ കൗണ്ടർ ഫ്ലോ നമ്മൾ എക്സാം. അതാണ് ജസ്റ്റ് മീൻ. സോ തേർഡ് വൺ ഈസ് ക്രോസ് ഫ്ലോ. ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ക്രോസ് ഫ്ലോ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സോ ക്രോസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബോത്ത് ഫ്ലൂയിഡ്സ് ആർ പാസിംഗ് ഇൻ എ പെർട്ടിക്കുലർ ആംഗിൾ, 90 ഡിഗ്രി ആംഗിളൊക്കെ പാസ് ചെയ്യുന്നത്. കോട്ട് ഫ്ലൂയിഡ്സ് ഡയറക്ഷനിൽ പോകുന്നു, ജസ്റ്റ് പെർട്ടിക്കുലർ ഓർത്തോഗണൽ അല്ലെങ്കിൽ 90 ഡിഗ്രി ഡയറക്ഷനിൽ കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നതാണ് ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, hot fluid is passing through a direction, right side, and particular cold fluid or hot fluid is passing just opposite, അല്ലെങ്കിൽ ജസ്റ്റ് 90 ഡിഗ്രി ക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ് ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ക്രോസ് ഫ്ലോ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഞാൻ വരച്ച് കാണിക്കാം. ക്രോസ് ഫ്ലോ we can divide the cross flow into two types. First one is cross flow when one fluid, ഞാൻ ഫിഗർ വരച്ച് കാണിച്ചു തരാം ഒന്ന്. ക്രോസ് ഫ്ലോ, take a pipe എടുക്കാം. So 2 or 3 or 4 pipe we are taking, 4 pipe in same length and same direction. Cold fluid is passing through each pipe. Sorry, hot fluid is passing through each pipe എടുക്കാം. Hot fluid is passing through each pipe. They are not in contact with each other. ഒരു 4 പൈപ്പാണ് എടുക്കുന്നത്. hot fluid is passing through each pipe and they are not contacting each other. രണ്ടും തമ്മിൽ കോണ്ടാക്ട് വരുന്നില്ല, റൈറ്റ്? സോ thereafter ക്രോസ് ഫ്ലോ അല്ല പഠിക്കുന്നത്. സോ കോൾഡ് ഫ്ലോ ഈസ് പാസിംഗ് ജസ്റ്റ് 90 ഡിഗ്രി ടു, ഇതിന് 90 ഡിഗ്രി ആയിട്ട് ഈ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ വരക്കാണ് ഇങ്ങനെ, കോൾഡ് ഫ്ലോ ഈസ് പാസിംഗ് ത്രൂ ഇങ്ങനെ. ഇനി വേറൊരു ഫിഗർ ഞാൻ വരക്കാണ്, സെയിം ഫിഗർ, ലൈക്ക് ഹോട്ട് ഫ്ലോ ഈസ് പാസിംഗ് ത്രൂ എ പൈപ്പ്, ദേ ആർ നോട്ട് ടച്ചിങ് ഈച്ച് അതർ, ദേ ആർ നോട്ട് ക്രോസിങ് ഈച്ച് അതർ. കോൾഡ് ഫ്ലൂയിഡ് എങ്ങനെ പാസ് ചെയ്യുന്നു? ഓക്കെ, cold fluid, which means that cold fluid is mixing with each other. Cold fluid അപ്പുറം ഇപ്പുറം മിക്സ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. hot fluid is passing through a particular direction, they are not connected to each other. ഓരോ പൈപ്പ് നമ്മൾ കോണ്ടാക്റ്റോ ക്രോസിംഗ് ഒന്നും വരുന്നില്ല. ആൻഡ് ദ കോൾഡ് ഫ്ലൂയിഡ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന കോൾഡ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? മിക്സിംഗ് ആയിട്ട് വരിക. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ when particular hot fluid is not mixed with each other and cold fluid is mixed with each other. ഒന്ന് മിക്സ് ചെയ്യുന്നു, ഒന്ന് മിക്സ് ചെയ്യുന്നില്ല. രണ്ട് മിക്സ് ചെയ്യുന്നതാണ് കേസ് ഒന്നാമത്തെ, അല്ലേ? അൺമിക്സിങ്, നോൺ മിക്സിങ്. ഒന്നാമത്തെ മിക്സിങ് നടക്കുന്നില്ല, എല്ലാം വേറെ വേറെയാണ് വരുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഒരു ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്, പാസ് ചെയ്ത് വരുന്നത് ക്രോസ് ഫ്ലോ. സോ അതാണ് രണ്ട് ടൈപ്പ് ഓഫ് പെർട്ടിക്കുലർ ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. ക്രോസ് ഫ്ലോ ഒന്നിക്കൽ മിക്സിങ്, ബോത്ത് ആർ അൺമിക്സ്ഡ് കണ്ടീഷൻ വരും. ബോത്ത് ആർ അൺമിക്സ്ഡ്. ഫസ്റ്റ് ബോത്ത് ആർ അൺമിക്സ്ഡ്. സെക്കൻഡ് കണ്ടീഷൻ ഈസ് one fluid mixed and one is not mixed. One fluid mixed, one unmixed. തേർഡ്, മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല, പക്ഷെ നമുക്കത് ഒരു അസ്യൂം ചെയ്യാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് നമുക്ക് പറയാവാണെങ്കിൽ. അതായത് എന്താ? എല്ലാം ഈ പറയുന്ന കോൾഡ് ഫ്ലൂയിഡ്, ഹോട്ട് ഫ്ലൂയിഡ് ഈസ് മിക്സിംഗ് ഈച്ച് അതർ ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ഈസ് ഓൾസോ മിക്സിംഗ് ഈച്ച് അതർ. ഓക്കെ, കൂട്ടിപ്പണിഞ്ഞ് വരുന്നത്. യു ക്യാൻ ഓൾസോ കൺസിഡർ എ പെർട്ടിക്കുലർ എക്സാമ്പിൾ ഓൾസോ. സോ ദിസ് ഇസ് എ ക്രോസ് ഫ്ലോ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. Then അതാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. And next classification is based on design and construction features. 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 Okay, based on design and construction features, we can classify that particular heat exchangers into concentric tube. 3 types, 3 types. First one is concentric tube heat exchangers, HE. Second one is shell and tube. Third one is compact heat exchangers. Okay,
ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം, അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സോ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ദ ഓൺലി തിങ് ഇസ് മീനിങ് ദാറ്റ് കോൺസെൻട്രേറ്റ് ട്യൂബ് എക്സ്ചേഞ്ച് രണ്ട് ഫ്ലൂയിഡും പാസ് ചെയ്യുന്നത് രണ്ട് കോൺസെൻട്രേറ്റ് ട്യൂബ് വഴിയാണ്. ഹോട്ട് ആൻഡ് ഫ്ലൂയിഡ്സ് ആർ പാസിംഗ് ത്രൂ എ കോൺസെൻട്രേറ്റ് ട്യൂബ്. കോൺസെൻട്രേറ്റ് ട്യൂബ് വഴി, രണ്ട് ട്യൂബ് വഴി പാസ് ചെയ്യുന്നത്, രണ്ടും പെർട്ടിക്കുലർ ഇതിലുള്ള കോൺസെൻട്രേറ്റ് ട്യൂബ് വഴി, ഒരു ഡയമീറ്റർ ട്യൂബ് വഴി പാസ് ചെയ്ത് ഹീറ്റ് ഫ്ലോ നടക്കുന്നതിനാണ് ദാറ്റ് കോൾഡ് ആസ് കോൺസെൻട്രേറ്റ് ട്യൂബ് എക്സ്ചേഞ്ച്. ഓക്കെ, ഇറ്റ് മേ ബി പാരലൽ ഓർ കൗണ്ടർ, രണ്ട് ഡയറക്ഷനിലും ആവാം. So they are passing through a concentric tubes. Okay, and the shell and tube, one is passing through a shell and other is passing through a tube. ഷെൽ എന്ന് വെച്ചാൽ എന്താ, വലിയൊരു ഷെല്ലാണ്, ഒരു വലിയൊരു ഷെല്ലാണ്. അതിലൂടെ അതിനകത്തൂടെ ഈ പറയുന്ന ട്യൂബും കൂടി പോകുന്നുണ്ടാവും. അപ്പോൾ ട്യൂബിലൂടെ പാസ് ചെയ്യുന്നത് ഒന്നായിരിക്കും, ഷെല്ലിലൂടെ പാസ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. സോ വൺ ഫ്ലൂയിഡ് ഈസ് പാസിംഗ് ത്രൂ എ ഷെൽ ആൻഡ് അതർ ഈസ് പാസിംഗ് ത്രൂ എ ട്യൂബ്, ദാറ്റ് ഈസ് ഷെൽ ആൻഡ് ട്യൂബ്. സോ കോമ്പാക്ട് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഈ ട്രാൻസ്ഫർ ഏരിയ, ഒരുപാട് ഏരിയയിൽ ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന, കോമ്പാക്ട് ആയിട്ട് ഒരുപാട് ഏരിയ ഒരുമിച്ച് എക്സ്ചേഞ്ച് നടക്കുന്ന സർഫസ് ഏരിയ അധികമുള്ള ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനാണ് നമ്മൾ കോമ്പാക്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പെഷ്യൽ പർപ്പസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആൻഡ് വെരി ഹെവി ലാർജ് ട്രാൻസ്ഫർ സർഫസ് ഏരിയ. ഓക്കെ, അതാണ് കോമ്പാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ കോൺസെൻട്രേറ്റ് ട്യൂബ് വഴി പോകുന്നത് ഷെൽ ആൻഡ് ട്യൂബ് ആൻഡ് കോമ്പാക്ട് എക്സ്ചേഞ്ചേഴ്സ്. അതിൻ്റെ ഡിസൈൻ പോലെ, അതായത് പെർട്ടിക്കുലർ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഡിസൈൻ പോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ 3 ടൈപ്പ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് based on physical state. Based on physical state. Based on physical state. Physical state consider we can classify into two, that is condenser and evaporator. Condenser and evaporator. Okay. രണ്ടിനും ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. രണ്ട് ഗ്രാഫ് വെച്ച് നമുക്കത് കാണിക്കാൻ പറ്റും. ഓക്കെ, കണ്ടൻസർ ഇവാപ്പറേറ്റർ, കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ രണ്ട് ഗ്രാഫ് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. സോ കണ്ടൻസർ, what is condenser? Condenser is a condenser, a condensing fluid. ഇവിടെയുള്ള condensing fluid remains at constant temperature throughout the system. ഓക്കെ, കണ്ടൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, ഇതൊരു ഇങ്ങനെ ഒരു ഫിഗർ കാണിക്കാൻ പറ്റുന്നതെങ്കിൽ we can particularly say that the condenser in the condenser, condensing fluid, എന്താണ് കണ്ടൻസ് ചെയ്യാൻ പോകുന്നത്, condensing fluid will remains a constant temperature. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യും. Condenser will keep in a constant temperature. While the temperature of the colder fluid remains increased in inlet outlet. The temperature field നടക്കുക, അതൊരു ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു കണ്ടൻസിങ് ഫ്ലൂയിഡ്. ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് കൊടുക്കുക നമ്മൾ. കോൾഡ് ഫ്ലൂയിഡിൽ വരുന്ന കോൾഡ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചറാണ് കൂടി വരുന്നത്. കോൾഡ് ഫ്ലൂയിഡ് TC1 TC2 കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് തുടക്കത്തിലും അവസാനത്തിലും കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ കൂടി വരികയാണ്. സോ ഹീറ്റ് ഈസ് ട്രാൻസ്ഫറിംഗ് ടു കോൾഡ് ഫ്ലൂയിഡ് and the cold fluid temperature is increasing. Cold fluid temperature ആണ് കൂടി വരുന്നത്. Okay, just opposite is happening in the evaporator. Evaporator just opposite ആണ് നടക്കുന്നത്. That is particularly a boiling fluid, cold fluid remains constant. Cold fluid remains constant. Cold fluid remains constant. And the temperature of the hot fluid കുറഞ്ഞു വരികയാണ്. TH1 TH2. Hot fluid of first condition to second condition. For a condenser, the hot fluid, അവിടെയുള്ള hot fluid, the condenser എന്ന് പറയുന്ന hot fluid, it is remaining a constant temperature. അത് മാറുന്നില്ല. It is remaining a constant temperature. And the temperature of the cold fluid ആണ് കൂടി വരുന്നത്. Right? In a condenser. Second condition, here the cold fluid is remaining constant temperature. And thereafter, hot fluid is decreasing its temperature to a particular value to a small value. അതാണ് ഇവാപ്പറേറ്റർ നടക്കുന്നത്. ഇവാപ്പറേറ്റർ. Okay. So these all are the classifications of the particular heat exchangers. So what is a heat exchanger? It is a device used to transfer heat from a hot fluid to cold fluid to reduce the temperature. Temperature കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന heat exchangers, right? So there are several types of heat exchangers. Mainly we are adopting the particular parallel flow and counter flow in this module. Parallel flow heat exchangers and counter flow heat exchangers. We are analyzing, or we are analysis ചെയ്യണം. For heat exchanger analysis, we are taking a particular counter flow and parallel flow into account. Okay. So other than there are particular type of heat exchangers also. That means condenser, evaporator, contact type, indirect type, direct type, indirect type, and classifications ആയിട്ട് വരുന്നത് ഷെൽ ആൻഡ് ട്യൂബ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ അനാലിസിലേക്ക് എടുക്കുന്നില്ല. ഷെൽ ആൻഡ് ട്യൂബ്, കോമ്പാക്ട്,
എക്സെട്ര കോൺസെൻട്രേറ്റീവും കണ്ടൻസ്ഡ് എയർ ഇത്രയും ഈ ടെക്സ്റ്റ് ബേസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ ഫിഗർ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കാൻ മനസ്സിലാവും. ഓക്കെ, സോ ദറാഫ്റ്റർ നമുക്ക് അനാലിസിലെ പാർട്ടിലേക്ക് കടക്കുമ്പോൾ അനാലിസിസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ടേം വരുന്നത് യു എന്നുള്ള ടേം വരുന്നുണ്ട്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, എച്ച് പഠിച്ചിട്ടുണ്ട്, KA/A പഠിച്ചിട്ട്. ഓക്കെ, സോ യൂണിവേഴ്സൽ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു സിസ്റ്റത്തിൽ വരുന്ന മൊത്തം ഒരു പെർട്ടിക്കുലർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ കൺവെക്ഷൻ ഉണ്ടാവും, കണ്ടക്ഷൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, റൈറ്റ്? സോ ഇഫ് വി ആർ ടേക്കിംഗ് the whole heat transfer coefficient to take in a one account, it is a universal heat transfer coefficient, U എന്നുള്ള ടേം ഉണ്ട്. സോ thereafter you want to know what is U. എന്താണ് U നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് U? ദിസ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയാം, U, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U. സോ അതെന്താണ് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അനാലിസിലേക്ക് കിടക്കാം. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, overall heat transfer coefficient, U. Okay, right? So നമ്മൾ അനാലിസിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ യു കണ്ടുപിടിക്കാൻ എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് എ പൈപ്പിനകത്തൂടെ ഫ്ലോ നടക്കുന്നുണ്ട്. എ ഫ്ലോ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ പൈപ്പ്. ഓക്കെ, എ പൈപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ പെർട്ടിക്കുലർ, പുറത്ത് ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡ് ഈസ് ദ സോ ഹീറ്റ് ട്രാൻസ്ഫർ അകത്തുള്ള ഹോട്ട് ഫ്ലൂയിഡ് ആണ്. ഹോട്ട് ഫ്ലൂയിഡ് സ്പേസ് ഇൻസൈഡ് എ പെർട്ടിക്കുലർ റൗണ്ട് പൈപ്പിനകത്ത് ഒരു പെർട്ടിക്കുലർ ഹോട്ട് ഫ്ലൂയിഡ് ഈസ് റൈറ്റ്. സോ കോൾഡ് ഫ്ലൂയിഡ് ഈസ് മെയിൻറ്റൈൻഡ് ഔട്ട്സൈഡ്. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ് ഫ്രം എ ഇൻസൈഡ് ഹോട്ട് ഫ്ലൂയിഡ് ടു പുറത്തേക്കുള്ള കോൾഡ് ഫ്ലൂയിഡിലേക്ക് നടക്കുകയാണ്. ഓക്കെ, എ പെർട്ടിക്കുലർ ഈ പൈപ്പ് ഒരു ഇൻസൈഡ് ഡയമീറ്റർ ഉണ്ടാവും, ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ടാവും, ഇൻസൈഡ് വാൾ ഉണ്ടാവും, ഔട്ട്സൈഡ് വാൾ ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യലി ഹീറ്റ് ട്രാൻസ്ഫർ ടു ഫസ്റ്റ് നടക്കുന്നത് പെർട്ടിക്കുലർ ഫ്ലൂയിഡ് ടു ഇൻസൈഡ് വാൾ, അല്ലെ? ഫ്ലൂയിഡ് ടു ഇൻസൈഡ് വാൾ ആണ് ഫസ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ഇൻസൈഡ് വാളെത്തി. സെക്കൻഡ് ഇൻസൈഡ് വാൾ ടു ഔട്ട്സൈഡ് വാൾ. ഓക്കെ, തേർഡ് വൺ ഔട്ട്സൈഡ് വാൾ ടു ഫ്ലൂയിഡ്, പുറത്തുള്ള ഫ്ലൂയിഡ്. സോ ഇങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, അല്ലെ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രം എ പെർട്ടിക്കുലർ ഈ ഫ്ലൂയിഡ് ടു ദ പെർട്ടിക്കുലർ, അതൊരു ഗ്യാസ് ആവാം, ഫ്ലൂയിഡ് ആവാം, എന്തോ ആവാം. ഓക്കെ, ഈ പെർട്ടിക്കുലർ fluid to the particular wall inside wall, that is convection. Particular to convection process first നടക്കുന്നത്. Thereafter inside wall to outside wall is conduction. Then outside wall to particular atmosphere fluid എന്തായാലും if it's air or liquid അതവിടെ നടക്കുന്നത് convection. So initially convection, conduction and convection. So we can നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് വൺ ഇനി തെർമൽ റെസിസ്റ്റൻസ് 1/HA, ഇവിടെ എന്താ L/KA, third one 1/HA. Okay, initially 1/HA, 1/H out, initially 1/HA. ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കും ഇൻസൈഡ് മൊത്തം. സോ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് തെർമൽ റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റും, 3 കണ്ടീഷനിൽ, 1/HA, 1/KA, 1/H എന്ന് പറയുന്നത്, റൈറ്റ്? സോ അതിന്റെ ക്യൂ ട്രാൻസ്ഫർ ഇക്വേഷൻ നമുക്ക് എഴുതാലോ. അവിടെ ക്യൂ ട്രാൻസ്ഫർ ഇക്വേഷൻ ആണ് നമുക്ക് എഴുതാം. ഫസ്റ്റ് 3 കണ്ടീഷൻ എഴുതാം. ടോട്ടൽ ക്യൂ ഇക്വൽ നമ്മൾ കഴിഞ്ഞ മൂല്യമൊക്കെ ചെയ്ത് തന്നെ ഫോർ പെർട്ടിക്കുലർ ഫസ്റ്റ് മോഡലൊക്കെ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ സിലിണ്ടർ കോർഡിനേറ്റേഴ്സ് ഒക്കെ ചെയ്ത സെയിം ഇക്വേഷൻ ഉണ്ടാവും, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. സോ നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ, ഇത് കൺവെക്ഷൻ ആണ്. സോ ക്യൂ ഈസ് ഫസ്റ്റ് വൺ HI, ഏരിയ ഈസ് കോൺസ്റ്റന്റ് ആക്കിയെടുക്കുക, യൂണിറ്റ് ആക്കുന്ന ഏരിയ, TI ഇൻസൈഡ് ടു പെർട്ടിക്കുലർ വാളിന്റെ ടെമ്പറേച്ചർ, അല്ലേ? ഇൻസൈഡ് ടു വാളിന്റെ ടെമ്പറേച്ചർ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എന്തെടുക്കാം, T1 എന്ന് എടുക്കാം. നമുക്ക് ഫിഗർ വരച്ചിട്ട് പറയാം എങ്ങനെ 1 എന്ന് എടുത്തതെന്നൊക്കെ നമുക്ക് പറയാം. അതായത് പിന്നെ വാൾ, അല്ലെ? ഇതാണ് വാൾ എന്നൊക്കെ എടുക്കാം. ഇൻസൈഡ് ഫ്ലൂയിഡ് ആണ്. സോ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് TI, വാൾ ടെമ്പറേച്ചർ T1, ഇവിടെ T2, ഔട്ട്സൈഡ് TO. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇൻസൈഡ് ടെമ്പറേച്ചർ TI, വാൾ ടെമ്പറേച്ചർ T1, ഇൻസൈഡ് ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ T2, പുറത്തേക്കാണ് നടക്കുന്നത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ TO. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ TI - T1, ഫസ്റ്റ് വൺ കൺവെക്ഷൻ. ആഫ്റ്റർ കണ്ടക്ഷൻ എന്താ, KA into dx/dTL. dx ന് ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് ഈസ് T1 - T2 എന്താണ് കണ്ടക്ഷൻ, ഡിവൈഡ് ബൈ L, ആ ലെങ്ത് പെർട്ടിക്കുലർ dx എന്ന് പറഞ്ഞാൽ DT/dxL, പെർട്ടിക്കുലർ ലെങ്ത് ഇസ് L, ലെങ്ത് L ആക്കി എടുക്കും. വൺ ഡയമെൻഷൻ അല്ല, ഇത് വൺ ഡയമെൻഷൻ ആണോ? അതെ, സിലിണ്ടറിക്കലാണല്ലോ ചോദിച്ചതല്ലേ?
സിലിണ്ടറിക്കിലേക്ക് നമ്മൾ വരുന്നത് ഇനീഷ്യലി നമ്മൾ യു എന്താണെന്ന് പഠിക്കാം. പിന്നെ നമുക്ക് ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് വരുന്നത് എന്താണെന്നൊക്കെ നോക്കാം. ഒരു കണ്ടക്ഷൻ പ്രോസസ്സിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിപ്പോൾ കണ്ടക്ഷൻ പ്രോസസ് ആക്കി എടുക്കാമല്ലോ, പെർട്ടിക്കുലർ കൺവേർട്ട് ചെയ്തിട്ട്. റൗണ്ടിൽ നടക്കുന്നതല്ലേ പറയുന്നത്? ചോദിച്ചാൽ മനസ്സിലായില്ല, ഡൗട്ട് എന്താണ്? അല്ല സാർ, ഇത് 1 ഡയമെൻഷനിലായിട്ടാണ് ഫ്ലോ അതോ 2 ഡയമെൻഷണൽ ഹീറ്റ് ഫ്ലോ കൺസിഡർ? വൺ ഡയമെൻഷൻ ഫ്ലോ തന്നെ. ഓക്കെ. വൺ ഡയമെൻഷൻ ഫ്ലോ ഇൻസൈഡ് ഒരു സൈഡിൽ നിന്ന് തന്നെ, അതായത് റേഡിയലി. നമ്മളിപ്പം ഈ ഫ്ലോ നടക്കുന്നത് ഈ ഒരു ഇൻസൈഡ് പൈപ്പിൽ നിന്ന് പുറത്തോട്ടേക്കല്ല നടക്കുന്നത്. സോ അത് റേഡിയലേക്ക് നടക്കുന്നത്. നമ്മൾ എടുത്തത് ഫസ്റ്റ് കണ്ടീഷൻ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, അതിന് മുമ്പ് പഠിച്ച കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത്. വാളിന്റെ പ്രോബ്ലം തുടക്കത്തിൽ കോമ്പോസിറ്റ് വാൾ എന്നൊക്കെ പഠിച്ചിട്ടില്ല നമ്മൾ. കോമ്പോസിറ്റ് വാളും മറ്റേ വാളൊക്കെ പഠിച്ചിട്ടുണ്ടായില്ല ആദ്യം. പിന്നെ രണ്ടാമത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് പഠിച്ചു. അവിടെ റേഡിയസ് കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പഠിച്ചു, റേഡിയസ് ഡിസ്റ്റൻസ്. ഇപ്പോൾ ആറിന്റെ ക്വാണ്ടിറ്റി RI/RO എന്നൊക്കെ ഇക്വേഷൻ ഒക്കെ വന്നു. തേർഡ് വൺ സ്പെറിക്കൽ പഠിച്ചു. സ്പെറിക്കൽ എന്ത് വന്നു? അവിടെയും RI/RO എന്നൊക്കെ ഇക്വേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇക്വേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വാൾ പ്രോബ്ലം എന്നാൽ നമുക്ക് ഈ വാളിന്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. നമ്മൾ അന്ന് ഒരു സെയിം ഇക്വേഷൻ തന്നെ. ഇതിപ്പോൾ അവസാനത്തെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. Ti - T2/d പുറത്തേക്ക് ഇവിടുന്ന് പുറത്തേക്ക് കൺവെക്ഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് HO × T2 - TO. ഇതാണ് കൺവെക്ഷൻ, കണ്ടക്ഷൻ. ഈ അകത്ത് നിന്ന് പുറത്തോട്ടേക്ക് നടക്കുന്നത്. ഒരു ഡയമെൻഷൻ തന്നെ ഫ്ലോ നടക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ആക്സിൽ, വേറെ എക്സിൽ നടക്കാം, അല്ലെങ്കിൽ Y ആക്സിൽ നടക്കാം. ഇവിടെ നടക്കുന്ന റേഡിയൽ ഡിസ്റ്റൻസിലൂടെയാണ്. റേഡിയസിലൂടെ ഇങ്ങനെ പുറത്തോട്ടേക്ക് പോകും. വാളിന്റെ കേസിൽ എടുക്കാണെങ്കിൽ തന്നെ ഇൻസൈഡ് ടു ഔട്ട് സൈഡ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇത് വാളിന്റെ കണ്ടീഷൻ ആക്കി നമ്മൾ മാറ്റി ഇങ്ങനെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Q = സംതിങ്, Q = ഇത്, Q = അത്. L സോറി പ്ലസ് അല്ല കേട്ടോ, ഈക്വൽ ആണ്. പ്ലസ് അല്ല, ഈ പ്ലസ് ഇട്ടാക്കി മനസ്സിലാകുന്നുണ്ടോ? ഈക്വൽ ആണ്, ഓരോന്നും ഈക്വൽ ആണ്. Q ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ Q അല്ലെങ്കിൽ ഈക്വൽ ആണ്. സോ നമുക്ക് ഇത് നമ്മൾ അന്ന് ഏറ്റവും തന്നെ Ti - T1 = എന്ന് പറയുമ്പോൾ Q/HIA എന്നതാണ് ഈ ഇക്വേഷൻ മാത്രം എടുത്തിട്ട്. സോ Q = Ka × T - T2 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം T1 - T2 = Q/KA/L എന്ന് എഴുതാം. KA/L എന്ന് എഴുതാം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ T2 - TO എന്നുള്ളത് Q/T2 - T0 എന്ന് പറയാം. സോ ആഡിങ് ദ 3 ക്വാണ്ടിറ്റീസ്, മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡിങ് ദ 3 ഇക്വേഷൻസ്, വി ക്യാൻ റൈറ്റ് എന്താ Ti - T1 + T1 + T2 പ്ലസ് എന്നിട്ട് വരും. അപ്പോൾ ഈ T1 + T1 ക്യാൻസൽ ആവും, -T2 + T2 ക്യാൻസൽ ആവും. എന്തുണ്ടാവും ബാക്കി? Ti - TO = ഇത് മൂന്ന് ആഡ് ചെയ്താണ്ടാവുന്ന ഇക്വേഷൻ ഉണ്ടാവും. ഇത് മൂന്ന് ആഡ് ചെയ്താണ്ട ഇക്വേഷൻ ദാറ്റ് ഈസ് Q കോൺസ്റ്റന്റ് ആണ്, Q/A കോൺസ്റ്റന്റ് ആണ്, ഏരിയ കോൺസ്റ്റന്റ് ആണ്. അവിടെ ഉണ്ടാവുന്നത് 1/H1A + L/KA, L മോളിലേക്ക് L/KA + 1/H0 × A. ഓക്കെ, 1/H0 × A എന്നുണ്ടോ? T/T0 = Q × H/A എന്നൊരു ഇക്വേഷൻ കിട്ടും. സോ ഇതിനെ നമുക്ക് Ti - T0 = Q/A × പെർട്ടിക്കുലർ എന്നുള്ളത് Ti - T0 = Q/UA എന്ന് ഞാൻ എഴുതുന്നു. Q/UA എന്ന് എഴുതുന്നു. സോ 1/U = അവിടെ എന്തോ എടുത്താൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ 1/U = ഈ ഇക്വേഷൻ എടുത്തു. 1/U = Q/UA എന്ന് 1/H1A + L/KA + 1/H0 × A. 1/U വേണം, 1/U = എടുത്തത്. 1/U = 1/HA + 1 എടുത്തു. സോ U = നമുക്ക് എന്താ? U = എന്ന് പറയുമ്പോൾ ടോട്ടൽ റെസിപ്രോക്കൽ എടുക്കാം. 1/1/H1A + L/KA + 1/H0 × A. ഞാൻ ഇത് പറയാൻ സ്പീഡ് പറഞ്ഞു പോയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ഇവിടെ U എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ, U എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. U = ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇത് നമ്മൾ പ്ലെയിൻ മൂവിന്റെ കേസിലാണ് പറഞ്ഞത് ഇപ്പോൾ കോഎഫിഷ്യന്റ്. which means that എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ which means that it is the 1/U എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം U എടുത്തില്ലേ, ഇപ്പോൾ 1/U, U ആണ് ഓവർ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
റെസിപ്രോക്കൽ ഓഫ് അല്ലെങ്കിൽ 1/u ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, ടോട്ടൽ ഹീറ്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് അതിനകത്തുള്ളത്. ആ ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന എല്ലാ തരം റെസിസ്റ്റൻസിന്റെ തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിൽ കണ്ടക്ടൻസ് ഉണ്ടാവും, കൺവെക്ഷൻ ഉണ്ടാവും. സോ ഇനീഷ്യലി കൺവെക്ഷൻ ആണത് അല്ലേ, ഫസ്റ്റ് കൺവെക്ഷൻ ആണ്, പിന്നെ കണ്ടക്ഷൻ ആയി. ഇതൊക്കെ 1/h1 എന്ന് പറഞ്ഞാൽ കൺവെക്ഷന്റെ റെസിസ്റ്റൻസ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് കണ്ടക്ഷന്റെ ഇക്വേഷൻ ആണ്. മൂന്നാമത്തെ കൺവെക്ഷൻ തന്നെയാണ്. ഇത് ഇനീഷ്യലും ഔട്ട്സൈഡും നടുക്ക് വരുന്ന കണ്ടക്ഷൻ. സോ ടോട്ടൽ യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന എല്ലാ തരം തെർമൽ റെസിസ്റ്റൻസിന്റെ സമ്മാണ്. അത് ഇപ്പൊ നീ പറഞ്ഞ അപ്പൊ നീ ചോദിച്ച പോലെ 1 ഡയമെൻഷനിൽ നമ്മൾ ഇനീഷ്യൽ എടുത്ത വാളിന്റെ കേസിലാണെങ്കിൽ ഈ കണ്ടീഷൻ വരും, 1/h1a + L/Ka + h0a. അത് സിലിണ്ടറിക്കലിന്റെ കണ്ടീഷൻ ആണെങ്കിൽ അതെന്താവും, ആ പെർട്ടിക്കുലർ സിലിണ്ടറിക്കലിന്റെ കേസിലുള്ള റെസിസ്റ്റൻസ് ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഓരോ കണ്ടീഷൻ എന്തായിരുന്നുള്ളൂ, കണ്ടക്ഷനും കൺവെക്ഷൻ എന്തായിരുന്നു നമുക്കറിയാം, h0 × Ri - Ro ഡിവൈഡ് ബൈ എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടായിരുന്നു. സോ അതിന്റെ ഓരോന്നിനും തെർമൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് അത് ആ സിസ്റ്റത്തിനകത്ത് വരുന്ന എല്ലാ തരം തെർമൽ റെസിസ്റ്റൻസിന്റെയും സമ്മാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. u = 1/h1a + L/Ka + 1/h0a ടോട്ടൽ റെസിപ്രോക്കലാണ്. സോ ഇനീഷ്യലി അതിന്റെ ഓരോ വരുന്ന തെർമൽ റെസിസ്റ്റൻസിന്റെ സമ്മാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇതിപ്പോൾ വാളിന്റെ കേസിലാണ്. സിലിണ്ടറിക്കൽ കേസിലും അങ്ങനെയാണ്, അടുത്ത കേസിലും അങ്ങനെയാണ്. ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസിന്റെ സമ്മേഷൻ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് u വിൽ ബി ഗെറ്റ്. ഓക്കെ, ഈ u എന്നുള്ള ടേം നമുക്ക് അടുത്ത അനാലിസിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇപ്പം എടുത്ത 1 ഡയമെൻഷൻ്റെ കേസ് തന്നെയാണ്. 1 ഡയമെൻഷൻ ഫ്ലോ തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും 1 ഡയമെൻഷൻ ഫ്ലോ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അസംഷൻ അതായിരുന്നു, ടേക്ക് ഇസ് 1 ഡയമെൻഷണൽ ഫ്ലോ, 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എന്ന് എടുത്തിട്ടുണ്ട്. 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ഫസ്റ്റ് ഇനീഷ്യലി എക്സ് ആക്സിലേക്ക് പോകുന്നെടുത്തു. നമ്മുടെ ഇക്വേഷൻ ഡെറിവേഷൻ അങ്ങനെ ആയിരുന്നില്ലേ, ഫസ്റ്റ് എക്സ് ആക്സിലേക്ക് പോകുന്നെടുത്തു, സെക്കൻഡ് വൈ ആക്സിലേക്ക് പോകുന്നെടുത്തു, മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകുന്നെടുത്തു. അറ്റ് എ ടൈം ഒരു കണ്ടീഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നു. എനിക്ക് 3 സമ്മീറ്റൊക്കെയാണ് നമ്മൾ അവസാനം എത്തിയത്, ഇക്വേഷൻ എത്തിയത്. കണ്ടക്ഷൻ, ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. സോ അതേപോലെ വി ആർ കൺസിഡറിങ് അറ്റ് എ ടൈം ഇസ് ഓൺലി എ 1 ഡയമെൻഷണൽ, ഒരു ഡയമെൻഷനിൽ മാത്രമേ ഫ്ലോ നടക്കുന്നുള്ളൂ. അത് റേഡിയൽ ഡിസ്റ്റൻസിലാണ്, അകത്തും പുറത്തോട്ടേക്ക്. ഓക്കെ, ടോട്ടൽ ഹീറ്റ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് u എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി സമ്മേഷൻ ഓഫ് ദി ഹോൾ തെർമൽ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ഇൻ എ പെർട്ടിക്കുലർ സിസ്റ്റം. കണ്ടക്ഷൻ ഉണ്ടാവും, കൺവെക്ഷൻ ഉണ്ടാവും. ഓക്കെ, so we can conclude the topic this. Please give attendance.